നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ട്, സമാധാനത്തിലിരിക്കണമെന്നുണ്ട്, സന്തോഷത്തിലിരിക്കണമെന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും നല്ലത് നടക്കും, എന്തെങ്കിലും വന്നത് കൊള്ളാം. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വേറൊരു പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സ്കിപ്പ് ആക്കാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാൻ നോക്കാം. ആക്ച്വലി പല വീഡിയോകളും ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ഉണ്ടാവും, പക്ഷെ അവരെല്ലാവരും ഒരു സർഫസ് ലെവലിലാണ് ഇതിനൊരു സൊല്യൂഷൻ തരണുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വർക്ക് ഹാർഡ് ചെയ്യുക, അല്ലെങ്കിൽ ബിലീവ് ഇൻ യുവർ സെൽഫ്, അങ്ങനെ പല വെറുതെ ഒരു മോട്ടിവേഷണൽ സാധനങ്ങളെ തരുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് അതിന്റെ റൂട്ടായിട്ട് മനസ്സിലാക്കിയാലാണ് നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് ഹെൽപ്പ് ചെയ്ത് പുറത്തു വരാൻ പറ്റുള്ളൂ. നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത് 3 പെർസ്പെക്റ്റീവ്സ് ആണ്. ഒന്നൊരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവില്, രണ്ടൊരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവില്, രണ്ടും കൂടെ മിക്സ്ഡപ്പ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്. എന്നാൽ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. സെൽഫ് സാബോട്ടാജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ബിഹേവിയർ എന്നത് കോൺഷ്യസ്ലി അല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി നമ്മൾ ലൈഫിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വെക്കുമ്പോൾ അതിന്റെ അഗെയിൻസ്റ്റ് നമ്മൾ തന്നെ അറിയാണ്ട് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരാള് തന്നെ അറിയുന്നില്ല അവരത് ചെയ്തു പോകുന്നു. എന്ന് വെച്ചാൽ നമുക്ക് കോൺഷ്യസ്ലി ലൈഫിലെല്ലാം നല്ല കാര്യങ്ങൾ നടക്കണമെന്നുണ്ട്, നല്ല മനുഷ്യർ വരണമെന്നുണ്ട്, പക്ഷെ അൺകോൺഷ്യസ്ലി നമ്മൾ എന്തൊക്കെയോ ചെയ്ത് ഇതിനെ ബ്ലോക്ക് ആക്കി വെക്കുവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ബിലീഫ്സ് അത് ഇപ്പൊ ബിൽഡായതല്ല. ചെറുപ്പം തൊട്ട് നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളും പാസ്റ്റ് ട്രോമാസും ഓരോ പേരന്റിങ് സ്റ്റൈൽസ് ഒക്കെ കാരണം ഡെവലപ്പായി വന്നതാണ് ഇതിൽ ഓരോ കാര്യങ്ങളും. ഇത് ആക്ച്വലി നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ലൈഫിലോട്ട് വന്നതാണ്. ആൻഡ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മളെ ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ആൻഡ് ഈ നെർവസ് സിസ്റ്റവും ഈ സബ് കോൺഷ്യസ് മൈൻഡും ഒക്കെ ആകെ കൂടി ഇതിന്റെ ഇന്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, നമ്മളെ സേഫ് ആക്കി വെക്കുക. അതുകൊണ്ടാണ് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് സപ്പോർട്ട് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഫെമിലിയർ ആയിട്ട് ഇത്രയും നാളും കടന്നുപോയ സംഭവങ്ങൾ അല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുമ്പോ പെട്ടെന്ന് അത് അലേർട്ട് ആവും, അതൊരു ത്രെറ്റ് ആണെന്ന് വിചാരിക്കും. ഇപ്പൊ ഒരു വ്യക്തി എപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ കൂടെ മാത്രം കടന്നുപോയ ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് വരുമ്പോ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നെർവസ് സിസ്റ്റം മേ ബി അതൊരു ത്രെറ്റ് ആയിട്ട് എടുക്കും. അപ്പൊ എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, ഇത് ശരിയാണോ അത് ശരിയാണോ. അങ്ങനെ നമ്മൾ ആ വ്യക്തിനെ ദൂരെ കളയാൻ നോക്കും. ആൻഡ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ഇത് ഫെമിലിയർ അല്ല, ഇതൊരു അൺഫെമിലിയർ ആണ്. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മേ ബി ആ ഒരാളുടെ ലൈഫിലോട്ട് വന്നത് അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആണോ എന്ന് അറിയാത്തത് കൊണ്ട് അതിനെ ദൂരെ വിടുക. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ സക്സസ് വരാനായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്താൽ വരാമെന്നറിയാം, പക്ഷെ അതൊക്കെ നമ്മുടെ ബോഡി ഒരു അൺഫെമിലിയർ ആണ്. ഇത്രയും നാളും നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് എത്തണമെങ്കിൽ നമ്മളൊരു അൺഫെമിലിയർ അറ്റ്മോസ്ഫിയറിൽ കൂടെ പോകണം. അപ്പൊ നമ്മുടെ ബോഡി അതൊരു ത്രെറ്റ് ആയിട്ട് വിചാരിക്കും. അപ്പൊ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി ഒന്ന് നമ്മളെ വലിക്കും, പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യും. അത് നമ്മളെ അറിയുന്നില്ല ഇതൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. എല്ലാവരും സംസാരിക്കുമ്പോൾ ഫിയർ ഓഫ് ഫെയിലിയറിനെ കുറിച്ച് പറയും, പക്ഷെ ഇത് മോർ ലൈക്ക് ഫിയർ ഓഫ് സക്സസ് ആണ്. ഇത് നമ്മൾ അവെയർ അല്ല, നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നതല്ല, ഇത് നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ കടന്നുപോയ സാഹചര്യം കൊണ്ടൊക്കെ സബ് കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഫിക്സ്ഡ് സംഭവം അല്ല. നമ്മൾ എന്തൊരു പ്രോഗ്രാം ആയിട്ടൊരു സംഭവത്തെ നമുക്ക് റീവയർ ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ അത് ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന പോലെ ഒറ്റയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. അത് സമയം എടുത്ത് പയ്യെ നമ്മൾ നമ്മുടെ ഉള്ളിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത് വേറൊരു പെർസ്പെക്റ്റീവ് കൂടെ കാണാം, ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. അപ്പൊ ഈ സ്പിരിച്വാലിറ്റി എന്നുള്ള വേർഡിന് പല അർത്ഥങ്ങളുണ്ട്. ചിലവരുടെ മനസ്സിൽ മേ ബി ഡീപ്ലി സ്പിരിച്വൽ ആയിട്ട് ഒരാളുടെ മുഖമായിരിക്കും വരിക, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ട് ഒരാളെ ആയിരിക്കും സ്പിരിച്വൽ ആയിട്ട് കാണുന്നത്. പല സ്പിരിച്വൽ ബിലീഫ് ഉണ്ട്. അതിൻ്റെ അത് മെയിൻ ആയിട്ട് വന്ന ഒരു കോമൺ ആയിട്ട് വന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ വേൾഡിലോട്ട് വരുമ്പോൾ നമ്മളൊരു ബ്ലാങ്ക് സ്ലേറ്റ് ആയിട്ടല്ല വരുന്നത്. ചിലർ വിശ്വസിക്കും നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മയുടെ ഫലം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ സോള് ഇത്രയും നാളും പഠിക്കാത്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോൾ ഇതുവരെ ഈ ഒരു ലെസൺ പഠിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു ലെസൺ നമ്മുടെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വരാൻ തുടങ്ങും. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പെർസ്പെക്റ്റീവില് കാണുന്നവരുണ്ട്. ആ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കും. വൈ ഡസ് ദിസ് കീപ് ഹാപ്പനിങ് ടു മീ എന്ന രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം വാട്ട് ഈസ് ദിസ് ട്രൈങ് ടു ടീച്ച് മീ എന്നുള്ള രീതിയിൽ ഒരു പെർസ്പെക്റ്റീവിൽ കാണാൻ പറ്റും. അടുത്ത് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷാഡോ സെൽഫിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ കാൾ ജങ് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഡെവലപ്പ് ചെയ്തു വന്നൊരു സംഭവമാണ്. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്ന കാര്യങ്ങളല്ലാണ്ട് ബാക്കി അൺകോൺഷ്യസ്ലി ചെയ്യുന്ന സംഭവങ്ങൾ എല്ലാത്തിനെയാണ് ആള് ഷാഡോ
എന്ന് പറയുന്നത്, ഷാഡോ സെൽഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കാരണം നമുക്ക് അറിയത്തില്ല അത് എന്തൊക്കെയാണെന്നുള്ളത്. ആള് പറയുന്നത് ആ ഒരു ഷാഡോ സെൽഫിനെ ഫേസ് ചെയ്യാൻ ആൾക്കാർക്ക് പേടിയാണെന്നാണ്. അത് നമ്മൾ അവെയർ അല്ലെങ്കിലും അൺകോൺഷ്യസ്ലി ആണത് വരണമെങ്കിലും അതാണ് മെജോറിറ്റി ഓഫ് നമ്മുടെ ലൈഫിലെ ഡിസിഷൻസും എല്ലാം കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഷാഡോ സെൽഫിനെ പ്രോസസ് ചെയ്യാണ്ട് അതിൽ നിന്ന് ഓടാൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സമയത്ത് റീസർഫേസ് ചെയ്യും. നമ്മൾ എത്ര അതിനെ സപ്രസ് ചെയ്ത് അത് പുറത്ത് കാണിക്കാണ്ടിരിക്കാൻ നോക്കിയാലും അത് നമ്മൾ വിചാരിക്കേണ്ട സമയത്ത് തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കും. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ സെൽഫ് സാബോട്ടേജ് സ്വഭാവം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വന്നതെന്നാണ്. ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ചെയ്യണമെന്ന് വിചാരിച്ച സംഭവം പിന്നത്തേക്ക് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം. ഇത് ആക്ച്വലി മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ എല്ലാവരും ഇത് ജസ്റ്റ് ഒരു ലേസിനെസ് എന്നുള്ളൊരു ലേബിൾ കൊടുത്ത് വെച്ചേക്കുക. പക്ഷെ ലേസിനെസ്സിനാലും ഉപരി പേടി കാരണമാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫെയിലിയർ, ഫിയർ ഓഫ് സക്സസ്, എല്ലാം ടൈപ്പ് ഓഫ് ഫിയർ ഓഫ് ബീങ് അലോൺ, അങ്ങനത്തെ കുറെ ഫിയേഴ്സ് കാരണമാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻ വരുന്നതെന്നാണ് പറയുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അറിയാണ്ട് ബോഡി തന്നെ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു മെക്കാനിസം എന്നാണ് പറയുന്നത്. വേറെ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളൊരു ഗുഡ് റിലേഷൻഷിപ്പ് ലൈഫിലോട്ട് വരുമ്പോൾ നമ്മളത് യൂസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആളെ തള്ളി വിടുന്നത്. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ ആളായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അയാൾ പറയുന്ന കാര്യത്തിൽ നമ്മൾ ഡൗട്ട് അടിക്കുന്നു, ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളും. വേറൊരു സംഭവമാണ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി കുടിക്കുന്ന ഒരാള്, വലിക്കുന്ന ഒരാള്, കുറെ തിന്നുന്ന ഒരാള്, സ്ക്രോൾ ചെയ്യുന്ന ഒരാള്. വേറൊരു സംഭവമാണ് നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളോട് തന്നെ സംസാരിക്കുന്നത്. അൺകോൺഷ്യസ്ലി ആയാലും കോൺഷ്യസ്ലി ആയാലും നമ്മൾ നെഗറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ചിലർ വിചാരിക്കും നമ്മൾ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയാലേ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടും സെൽഫ് അറ്റാക്ക് ആയിട്ട് ചെയ്യുന്നതും വേറെ വേറെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ സെൽഫ് അവയർനെസ്സിന് വേണ്ടി ചെയ്യുവാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. ഇത് ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ അയാളെ ഹേർട്ട് ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒച്ചയെടുത്ത് സംസാരിച്ചു, അത് എന്തുകൊണ്ടായിരിക്കും ചെയ്യേണ്ടി വന്നത്, ആളുടെ ബിഹേവിയർ കറക്റ്റ് അല്ലായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ ട്രിഗർ ചെയ്തോണ്ട്, എന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും നടന്നതിന്റെ ബേസിസിൽ നമ്മൾ ട്രിഗേർഡ് ആയിട്ടാണോ ആളുടെ അടുത്ത് അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളത്. അതൊക്കെ സെൽഫ് അവയർനെസ് ആണ് നടക്കുന്നത്. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സെൽഫ് അറ്റാക്ക് ആണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ. എന്തിനാണ് ഇങ്ങനെ ദേഷ്യം വരാൻ, എനിക്കെന്താ ഈ സ്വഭാവം മാറ്റാൻ പറ്റാത്തത്, നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സെൽഫ് സാബോട്ടേജിന്റെ എക്സാമ്പിൾസ്. അപ്പൊ ഈ സൈക്കിളിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു വരാൻ പറ്റും? ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാറ്റേണെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. നിങ്ങളുടെ ലൈഫിൽ മേ ബി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും, കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാനുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തേക്ക് ഒരു കാര്യം മാത്രം എടുത്തിട്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫിസിക്ക് പ്രോപ്പർ ആക്കണം എന്നാണെങ്കിൽ ആ ഒരു സംഭവം മാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് വർക്ക് ഓൺ ചെയ്യാം. ഇതിൽ ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറയുന്നതാണ് മിറർ ടെക്നിക്. ആ പേരിൽ തന്നെ ഉള്ളതുപോലെ തന്നെ നമ്മൾ ഒരു മിററിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ സെൽഫായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പോകണം. മേ ബി സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒക്കോർഡ് അടിക്കും, തമാശ അടിക്കും, എന്ത് അങ്ങനെയൊക്കെ രീതിയിൽ തോന്നും. പക്ഷെ ഇത് ആക്ച്വലി ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഈ ഒരു ടെക്നിക്ക് ആണെങ്കിലും ആൾക്കാർ മേ ബി ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, അതിലൊരു അർത്ഥമില്ല എന്ന് വിചാരിച്ചിട്ട് അത് നിർത്തി കളയും. പക്ഷെ നമ്മളിത് കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാൾ ചെയ്യേണ്ട ഒരു സംഭവം. ഫിസിക്ക് സെറ്റ് ആക്കണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലുള്ള ഒരാളാണെങ്കിൽ നമ്മൾ മിററിൽ ചെന്നിട്ട് ഓക്കെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറ്റും നിനക്ക്, യു ആർ ഡൂയിങ് ഗുഡ്, എന്ത് രീതിയിലാണെങ്കിലും ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ള രീതിയിൽ നമ്മളൊരു സെൽഫായിട്ട് ഒരു റീഅഷുറൻസ് കൊടുക്കുകയാണ്. ചിലരൊരു ഡയറ്റ് പ്രോപ്പർ ആക്കാൻ വേണ്ടി നോക്കുമായിരിക്കും. അപ്പൊ എന്ത് രീതിയിലാണെങ്കിൽ ഐ എം പ്രൗഡ് ഓഫ് യുവർ സെൽഫ്, നിങ്ങൾ ഇന്നലെ ഇങ്ങനെ ചെയ്തു, സോ ഗുഡ്, ഇനി കണ്ടിന്യൂ ഡൂയിങ് ഇറ്റ്, ഐ എം സോ പ്രൗഡ് ഓഫ് യു എന്നുള്ള രീതിയിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു മിററിൽ നോക്കി നമ്മുടെ മുഖത്ത് തന്നെ നോക്കി, ഇത് മനസ്സിൽ പറഞ്ഞാൽ പോരാട്ടോ, നമ്മൾ ഉറക്കെ തന്നെ പറയണം. നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി ഓക്വേർഡ് അടിക്കും, പക്ഷെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് മേ ബി 2-3 ദിവസം നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്തൊക്കെയോ തോന്നുമായിരിക്കും. പക്ഷെ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടൊരു ടെക്നിക്കായിട്ട് മനസ്സിലാവും. അടുത്ത ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് അഫർമേഷൻസ് പറയുന്നത്. അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 രൂപയുള്ളൂ, എന്നിട്ട് നമ്മൾ പറയണം ഐ എം എ മില്യനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡേ അത് വിശ്വസിച്ചിട്ടില്ല. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുക എന്നുള്ള സംഭവം, അങ്ങനെയുള്ള രീതിയിൽ വേണം അഫർമേഷൻസ് പറയാനായിട്ട്. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഐ ഹാവ് 6 packs ഒക്കെ പറയുന്നതിന് പകരം ഐ എം ഇൻ ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ പറഞ്ഞു. അവസാനമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ടും
ശരിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറേ കൂടി ഡീപ്പർ ആയിട്ടുള്ള ബൂൺസ് ആണ്, ട്രോമാസ് ഒക്കെ മാറ്റണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരിക്കലും മടി കാണിക്കരുത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് താഴെ ഒരാളുടെ നമ്പർ കൊടുക്കാം. അപ്പോൾ ആളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പ്രോസസ്സ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട് ഒരു വേറൊരാളുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ആക്ച്വലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന തോന്നുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആക്ച്വലി ഇത് ഷെയർ ആക്കുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ ഇത് ആവശ്യം വരും. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് ഇത് കാണാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു കറക്റ്റ് ബുദ്ധിമുട്ട് എന്താണെന്ന് പ്രോസസ്സ് ചെയ്ത് കണ്ടുപിടിക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ ആക്ച്വലി ഈച്ച് ആൻഡ് എവറി കമന്റ്സ് വായിക്കുന്നതായിരിക്കും. അപ്പൊ ശരി.